ഗാന്ധിജിയെ നേരത്തെ കൊല്ലണമായിരുന്നു എന്നൊരാൾ ഫോൺ വിളിച്ചു പറഞ്ഞാൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കണം? ഈ ഗാന്ധിജിയെയും നെഹ്റുവിനെയും ഒക്കെ കുറെ നേരത്തെ കാച്ചിയിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു എന്ന് എന്നോടൊരു തീവ്ര വലതുപക്ഷത്ത് നിൽക്കുന്ന ഒരു സുഹൃത്ത്, ഒരു തീവ്ര ഹിന്ദുത്വവാദി വിളിച്ച് സംസാരിക്കും. എങ്ങനെ പ്രതികരിക്കണം അതറിയണമെങ്കിൽ ഈ ചർച്ചയുടെ കൂടെ ഒരു കോണ്ടെക്സ്റ്റ് കാണും. ഈ ചർച്ചയ്ക്ക് ശേഷം വിശ്വഹിന്ദു പരിഷത്തിന്റെ നമ്മുടെ കണ്ണൂരിൽ നിന്ന് ഒരു സുഹൃത്ത് വിളിച്ചു. അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല, ഓഡിയോയിലും പേര് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഓഡിയോ ആണ് നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഈ ചർച്ചയുടെ കോണ്ടെക്സ്റ്റും കൂടി ഒന്ന് കാണും. അത് കാണുമ്പോഴേ അതിന്റെ പശ്ചാത്തലം മനസ്സിലാവും. അതായത് എല്ലാവർക്കും അറിയാം രാഹുൽ നിൽക്കുന്ന 2025 നമുക്കൊരു ദേശീയപതാകയുണ്ട്. ഇതൊന്ന് അംഗീകരിക്കാമോ എന്ന് നമ്മൾ ആരോട് ചോദിക്കും? അങ്ങനല്ല, ഇതൊന്ന് അംഗീകരിക്കാമോ എന്ന് ചോദിക്കുകയല്ല. ഈ കാവ്യ പതാകയും വെള്ളയും പച്ചയും ചേർന്നതാണ് നമ്മുടെ കൊടി. ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും വിശ്വാസമുള്ളവനും വിശ്വാസം ഇല്ലാത്തവനും ചേർന്നതാണ് കൊടി. ഇനി ഒരു വരി കൂടെ ഇന്ററപ്റ്റ് ചെയ്യരുത്. ഈ റിജിൽ മാക്കുറ്റിജിയുടെ അഭിപ്രായമല്ല ഗാന്ധിജിക്ക് ഗോൾവൽക്കറെ കുറിച്ച് ഉണ്ടായിരുന്നത്. കോൺഗ്രസ്സുകാരനായിരുന്നു ഹെഡ്ഗേവാർജി. ഇന്ന് പുള്ളിയുടെ ബർത്ത്ഡേ കൂടെയാണ്. ഹെഡ്ഗേവാർജി കോൺഗ്രസ്സുകാരനാണ്. ഖിലാഫത്ത് പ്രസ്ഥാന കാലത്ത് ഗാന്ധിജിയുടെ കോള് കേട്ട് 1 വർഷം ജയിലിൽ കിടന്ന വ്യക്തിയാണ്. ഈ ഹിന്ദു വലതുപക്ഷത്തെ ഗാന്ധിജിയും സർദാർ പട്ടേലും കൂടെ നിർത്തിയിട്ടുണ്ട്. ഗാന്ധിജിക്ക് ഗോൾവൽക്കറെ കുറിച്ചും അല്ലെങ്കിൽ ഡോക്ടർ ജിയെ കുറിച്ചും ഇതായിരുന്നു അഭിപ്രായം. ഗാന്ധിജി RSSന്റെ കാര്യാലയത്തിലേക്ക് ശാഖയിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. എന്നിട്ട് ഗോൾവൽക്കറിക്ക് പറയുന്നുണ്ട്, മഹാത്മാവിന്റെ പേരെടുത്ത് സംസാരിച്ചു, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അതാണെന്ന്. ഈ ഹിന്ദു വലതുപക്ഷത്തെ മഹാത്മാഗാന്ധിയും സർദാർ പട്ടേലും കൂടെ നിർത്തിയിരുന്നു. കോൺഗ്രസുകാർക്ക് നെഹ്റുജിയുടെ കാലത്തിന് ശേഷം അതാണ് സംഭവിക്കാത്തത്. സർദാർ പട്ടേൽ RSSകാരോട് മന്ത്രിസഭയിൽ ചേരാൻ പറഞ്ഞിരുന്നു. ഗാന്ധിജിയും ഗോൾവൽക്കറും ഞാൻ ഒന്നാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അത് ഈ റിജിൽ മാക്കുറ്റിജി സ്ട്രോമാൻ ആർഗ്യുമെന്റ് യൂസ് ചെയ്യാൻ. ഇത് പ്രത്യേകിച്ച് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളെ കേൾക്കേണ്ട ആവശ്യം എന്താ അറിയോ? മുസ്ലിം സഹോദരങ്ങൾക്ക് RSSനോടുള്ള എതിർപ്പ് മനസ്സിലാക്കി. അത് ശരിയായിട്ടാണ്. കാര്യം RSSകാരിലും BJPക്കാരിലും ഈ ഇസ്ലാമോഫോബിയെ പ്രചരിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് മനസ്സിലാക്കി അവരെ കൂടുതൽ എതിർക്കുകയാണെങ്കിൽ മുസ്ലിം പക്ഷത്ത് വിശ്വാസം നേടാൻ കഴിയും എന്ന് പറയുന്ന ഒരു ധാരണയാണ് പലപ്പോഴും നമ്മുടെ കോൺഗ്രസിലെയും ഇടതുപക്ഷത്തിലെയും പല സുഹൃത്തുക്കളും ഉള്ളത്. തത്വാധിഷ്ഠിതമായ RSSനെ തീർച്ചയായിട്ടും എതിർക്കാം. പ്രത്യേകിച്ച് RSSലെ ഒരു വിഭാഗത്തിനുള്ള ഈ എക്സ്ട്രീം ഹിന്ദുത്വ, പ്രത്യേകിച്ച് ഇസ്ലാമോഫോബിയ നമ്മൾ എതിർക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ മുസ്ലിം പ്രീണനമെന്ന് RSSലെയും BJPയിലെയും ഈ കോൺഗ്രസിലെ തന്നെ വലതുപക്ഷക്കാർ പറയുന്നത് ഹിന്ദുക്കളെ കൂടെ നിർത്തണം, ഹിന്ദുത്വവാദികളെ അകറ്റി, അല്ലെങ്കിൽ ഹിന്ദുത്വവാദികളെയും ഹിന്ദുക്കളെ നന്നാക്കി ഹിന്ദുക്കളാക്കി മാറ്റാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. ഹിന്ദുത്വവാദത്തെ അകറ്റി നിർത്തണം. അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വവാദം ശരിയല്ല, പകരം ഹിന്ദു ശരിയാണ്, ഹിന്ദുക്കൾ ശരിയാണ്, ഹിന്ദു വിശ്വാസം ശരിയാണ് എന്ന ചിന്തയാണ് പണ്ട് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതാണ് മഹാത്മാഗാന്ധി കോൺഗ്രസ് ചേരുന്നത്. അതായത് നെഹ്റുജിയാണ് ലെഫ്റ്റ് ലിബറൽ, സർദാർ പട്ടേൽ ആയിരുന്നു റൈറ്റ് ലീനിങ് അല്ലെങ്കിൽ റൈറ്റ് കൺസർവേറ്റീവ്. മഹാത്മാഗാന്ധിയും സർദാർ പട്ടേലുമാണ് ഈ വലതുപക്ഷത്തേക്ക് നിൽക്കുന്ന ആൾക്കാരെ അവരോടൊപ്പം ചേർത്ത് നിർത്തിയിരുന്നത്. എന്നിട്ട് സർദാർ പട്ടേൽ പറയുന്ന പോലും ഉണ്ട്, ഈ മന്ത്രിസഭയിലൊക്കെ ചേരണോ. എനിക്ക് നിങ്ങളെക്കാട്ടി ബളം വെക്കാൻ പറ്റൂലേ? 1947 ഓഗസ്റ്റ് 15 ഗാന്ധിജിയെ കാണാൻ കമ്മ്യൂണിസ്റ്റുകാർ പോകുന്നുണ്ട്. ഉച്ചയ്ക്ക് 2 മണിക്കാണ്. ആ കമ്മ്യൂണിസ്റ്റുകാരോട് ഗാന്ധിജി പറയുന്നത്, ഞാൻ സോഷ്യലിസ്റ്റ് ആണ്, നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണ്, പക്ഷെ നമ്മൾ രണ്ടും രാജ്യത്തെ ഹിന്ദു മുസ്ലിം ഐക്യം ഒരുമിച്ച് നിർത്തണമെന്നാണ്. മതേതരത്വം ഒരുമിച്ച് നിർത്തണമെന്നല്ല. നമ്മുടെ നാട്ടിലെ ഹിന്ദു മുസ്ലിം ഐക്യം ഒരുമിപ്പിക്കാൻ നമ്മൾ സോഷ്യലിസ്റ്റുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും കഴിയുന്നതാണ്. നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം കമ്മ്യൂണിസ്റ്റുകാരിലെ കുറെ യുവാക്കൾ പോകും പറഞ്ഞത് ഈ സമവായത്തിന്റെ ഭാഷ നമ്മുടെ രാഷ്ട്രീയക്കാർ മറന്നുപോയി. ചിലർക്ക് കാവി മാത്രം മതി, ചിലർക്ക് പച്ച മാത്രം മതി. കാവിയും വെള്ളയും പച്ചയും ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യ നിലനിൽക്കൂ എന്ന തിരിച്ചറിവിൽ പരസ്പരം സമവായത്തിന്റെ ഭാഷയെ സംസാരിക്കാൻ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം മറന്നുപോയി എന്നുള്ളതാണ് പ്രശ്നം. അതിന് ഏറ്റവും വിമർശനം കോൺഗ്രസിനോടാണ്. കാര്യം ആ ദൈവികമായ ഉത്തരവാദിത്തം കോൺഗ്രസിനാണ് ചരിത്രപരമായി നിർവഹിച്ചത്. രാഹുൽ തന്റെ സ്ലീവിൽ ധരിച്ചിട്ടുള്ള ആ കൊടിയുണ്ടല്ലോ, ആ കൊടിയെ അംഗീകരിക്കുന്നില്ല ഒരു കൂട്ടം. അവരോട് നമ്മൾ അതല്ല, രാജ്യത്ത് നാഷണൽ സിംബൽസിനെയും നാഷണൽ ഫ്ലാഗിനെയും ബഹുമാനിക്കേണ്ടത് നിർബന്ധമാക്കുന്ന നിയമങ്ങളുണ്ട്. ആ നിയമം നടപ്പാക്കുകയാണോ വേണ്ടത്, അതല്ല സമവായത്തിന്റെ ഭാഷയിൽ അല്ലയോ സഹോദരന്മാരെ നിങ്ങൾ ഈ കൊടി അംഗീകരിക്കുമെന്ന് പറയണോ വേണ്ടത് എന്നുള്ളതാണ് ഡിബേറ്റ് പോയിന്റ്. അതിന് ഇപ്പോൾ ഇവിടെ ഉത്തരവില്ല. നന്ദി.
ശ്രീ അജിംസ് പറയുന്നത് അങ്ങനെ ശരിയാണ്. നമ്മുടെ കൊടിയെ അംഗീകരിപ്പിക്കണം, നമുക്ക് നിയമമുണ്ട്, എല്ലാവരും കൊടിയെ അംഗീകരിക്കണം, സംശയമൊന്നുമില്ല. അതിനെ നിയമം മൂലമാണോ ചെയ്യേണ്ടത് അതോ സ്നേഹത്തിന്റെയും സമാജത്തിന്റെയും ഭാഷയിലുമാണോ? രണ്ടും രണ്ട് അപ്രോച്ചുകളാണ്. എന്നെ അങ്ങനെ വിളിച്ച, ഈ ചർച്ച തന്നെ കണ്ടിട്ട് വിളിച്ച നമ്മുടെ ഒരു ഹിന്ദുത്വ, സ്ട്രോങ് ഹിന്ദുത്വ, തീവ്രാന്ന് വാക്ക് ഉപയോഗിക്കുന്നില്ല, സ്ട്രോങ് ഹിന്ദുത്വ ലൈൻ എടുക്കുന്ന ഒരു വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തകനാണ്. കണ്ണൂർ ഒരു സ്ഥലത്ത് നിന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. പല സ്ഥലങ്ങളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 80കൾ മുതലുള്ള ചരിത്രം വളരെ അറിയാവുന്ന ഒരു പ്രവർത്തകനാണ്. എന്നെ വളരെ സ്നേഹത്തോടെ തിരുമേനി എന്നൊക്കെ വിളിച്ചാൽ സംസാരിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് ഗാന്ധിജിയെ കുറച്ച് മുമ്പ് തീർത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ. ഞാനപ്പോൾ എന്ത് ചെയ്യണം? ദേഷ്യപ്പെടുകയല്ല, പകരം സ്നേഹത്തിന്റെ ഭാഷയിൽ അങ്ങനെയല്ല. ഗാന്ധിജിയല്ലേ നമ്മുടെ ഹിന്ദു നേതാവ്, നമ്മളെ ഒന്നിപ്പിച്ചത് ഗാന്ധിജിയല്ലേ, പൂന പാക്ട് കൊണ്ടുവന്ന ഗാന്ധിയല്ലേ, അടക്കമുള്ള കാര്യങ്ങൾ അവരെ പറഞ്ഞ് സ്നേഹത്തിന്റെ ഭാഷയിലാണ് എടുക്കേണ്ടത്. നിങ്ങൾ തീരുമാനിക്കുക, താഴെ കമന്റ് ചെയ്യുക. ഇതിനുശേഷം ആ സുഹൃത്തിനോട്, സഹോദരനോട് ഞാൻ സംസാരിച്ചതിന്റെ ഓഡിയോ കൂടി കൊടുക്കുന്നുണ്ട്. ഈ ചർച്ച ഇത് ശ്രീ റിജിൽ മാക്കുറ്റിയും ശ്രീ അജിംസും കേൾക്കുകയും കൂടെ വേണം. ഇതാണ് രാഷ്ട്ര നിർമ്മാണം, ഇതാണ് യഥാർത്ഥത്തിൽ നേഷൻ ബിൽഡിംഗ് എന്ന് പറയുന്നത്. പിന്നെ എന്താ നേഷൻ ബിൽഡിംഗ്? ഞാനൊരു നിലപാട് ഇവിടെ നിന്ന് എടുക്കും, ഞാൻ മറ്റേ ശക്തൻ തമ്പുരാനാണ്, അതുകൊണ്ട് നിങ്ങളെല്ലാം എന്താ പറയണേ, അതെല്ലാം അംഗീകരിച്ചോളണമെന്നല്ല. സുഹൃത്തെ, കാവ്യ, പുള്ളി ഈ വിളിക്കുന്ന വ്യക്തി പറയുന്നുണ്ട് കാവ്യ മാത്രമുള്ള പതാക വേണമെന്ന്. ഞാൻ പറയുന്നുണ്ട് എന്താ സുഹൃത്തെ അത്? സൗര, നമുക്ക് കാവിയും വെള്ളയും പച്ചയും എല്ലാം വേണ്ടേ? നമ്മുടെ അയ്യപ്പനും ബാബരും വെളുത്തയും വേണ്ടേ? നമ്മുടെ ഭാരത് മാതാ കി ജയ് തന്നത് നസീമുള്ള ഖാൻ അല്ലേ? അല്ലെങ്കിൽ ജയ് ഹിന്ദ് തരുന്നത് ആബിദ് ഹസൻ സഫ്രാനി അല്ലേ? ഇങ്ങനെയല്ലേ നമ്മൾ നേഷൻ ബിൽഡിംഗ് ചെയ്യേണ്ടത്? അല്ലാതെ ഏതെങ്കിലും ഒരുത്തന്നെ വേറൊരു നിലപാടുണ്ട്, ആ നിലപാടിനോട് യോജിക്കണ്ട. ഗാന്ധിജിയെ കൊല്ലുന്ന നിലപാടിനോട് ഞാൻ യോജിക്കൂ? ഒരിക്കലുമില്ല. ഗാന്ധിജിയെ കൈ പച്ച കുത്തിയ വ്യക്തിയാണ്. പക്ഷേ ഗാന്ധിജിയെ നേരത്തെ കൊല്ലാണമായിരുന്നു എന്ന് പറഞ്ഞവനോട് ഗാന്ധിജി എങ്ങനെയാണ് പ്രതികരിച്ചിരുന്നത്? തന്നെ കൊല്ലാമെന്ന ഗോഡ്സെയോട് ഗാന്ധിജി പറയുന്നത് എന്താ അറിയാമോ? നിനക്ക് എന്നോട് എന്തോ അഭിപ്രായ വ്യത്യാസമുണ്ട്, നമ്മുടെ നിലപാടുകൾ തമ്മിൽ എന്തോ സ്വരച്ചേർച്ചയില്ലായ്മയുണ്ട്, എൻ്റെ നിലപാടിനോട് നിനക്ക് എതിരഭിപ്രായമുണ്ട്, നീ അദ്ദേഹത്തെ കൊല്ലാൻ വരികയാണ്. 1944 എല്ലാവരും പിടിച്ചു മാറ്റിയപ്പോൾ ഗാന്ധിജി പറയുന്നത്, നീ എന്നോടൊപ്പം സേവാഗ്രാമ ആശ്രമത്തിൽ ഒരു 8 ദിവസം താമസിക്കും, നമുക്ക് സംസാരിക്കാം, നമുക്ക് സംസാരിച്ച് നിലപാടുകളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ശരിയാക്കിപ്പിക്കാമെന്നാണ്. അപ്പോൾ ആ സുഹൃത്തിനോട് അതേ ഗാന്ധിയൻ പാതയാണ് നമ്മൾ എടുക്കേണ്ടത്. ആ സുഹൃത്തിനോടുള്ള സംസാരം കൊടുത്തിട്ടുണ്ട്. വിളിക്കുന്നേ മാഗിനാണ് സംസാരിക്കുന്നത്. അല്ല, നമ്മള് പരിചയപ്പെട്ട സ്ഥലത്ത് കണ്ണൂരിന് വരുമ്പോ ആർവിയുടെ ഹോട്ടലിൽ രണ്ടാം ഇവിടെ എടക്കാട് പരിചയപ്പെട്ടത് തിരുമണിയാണോ? അല്ല, ഞാൻ നമ്പർ കിട്ടി, വേറെ കുറെ നമ്പർ നോക്കുമ്പോ അങ്ങേരെ നമ്പറും കിട്ടി. അപ്പൊ 1-2 വർഷം നമ്മൾ പരിചയപ്പെട്ടിട്ട് പിന്നെ ഞാൻ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ വർക്കാണ്. എന്തോ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ വർക്കാണ് VHPന്റെ. എങ്ങനെ പോകുന്നു വർക്കൊക്കെ? നന്നായി പോകുന്നുണ്ട്, ദൈവം സഹായിച്ച് നന്നായി പോകുന്നുണ്ട്, എല്ലാവരും അനുഗ്രഹം കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ തന്നെ എല്ലാം ഓർമ്മ കിട്ടിയിട്ടുണ്ടാവില്ല. നമ്മള് അതിനുശേഷം 1-2 വർഷം വിളിച്ചു, പിന്നെ തീരെ വിളിക്കാൻ ബന്ധപ്പെടാൻ പറ്റിയില്ല, നമ്പർ കിട്ടാത്തത് കൊണ്ട്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ വർക്ക് എവിടെയാണ് ചെയ്യുന്നത്? കണ്ണൂർ ജില്ലയിൽ. എങ്ങനെ പോകുന്നു വർക്കൊക്കെ? നന്നായി പോകുന്നുണ്ട്. ഇന്നലെ മിഞ്ഞാടുത്ത ചർച്ചയിലുണ്ടായിരുന്നല്ലേ മക്കുറ്റിയായിട്ട്? അതെ, റിജിൽ മാക്കുറ്റിയായിട്ട്. അതെ, റിജിൽ മാക്കുറ്റിയായിട്ട് ഞാൻ കുറച്ച് സമയം കാണാൻ പറ്റിയില്ല. ഈ ചാനലല്ലേ, മീഡിയ വൺ. പിന്നെ വെക്കൽ കുറവാണ്, ഞാൻ കാണില്ല. ഞാൻ കുറച്ച് സമയം കേട്ടിട്ടില്ല, പൂർണ്ണമായി കേട്ടിട്ടില്ല. ഭാരതമാതാ എന്തോ കിട്ടിട്ട് ഇല്ലത്തൊക്കെ സുഖം തന്നെ എല്ലാവർക്കും. നമ്മളെ ഭാരതമാതാവിന് നമ്മുടെ ത്രിവർണ്ണ പതാകയും കൂടെ പിടിപ്പിക്കുകയാണെങ്കിൽ എല്ലാവർക്കും കുറെ കൂടെ സ്വീകാര്യമാവും. ഇപ്പൊ മോദിജിയൊക്കെ പോലും ത്രിവർണ്ണ പതാകയാണല്ലോ പ്രൊമോട്ട് ചെയ്യുന്നത്. ആണെങ്കിലും നമ്മളൊക്കെ അങ്ങനെയൊക്കെ ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതിന് മുന്നേ കാവ്യന്റെ ഒരു പ്രധാനം ഉണ്ടല്ലോ. അതെ, ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ ഇന്നലെ ആ പരിപാടിയിലും അത് പറഞ്ഞു. അല്ല, കാവ്യ പരമ്പരാഗതമായി നമുക്കുണ്ട്. പക്ഷേ ഗാന്ധിജി പറഞ്ഞതുപോലെ ആ വെള്ളയും പച്ചയും കൂടെ ഉണ്ടെങ്കിൽ ഇപ്പൊ മോദിജി അടക്കം എല്ലാവരും അംഗീകരിക്കുന്ന ആ പതാകയല്ലേ. നമ്മുടെ രാജ്യത്ത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അടക്കം എല്ലാ വിഭാഗങ്ങളും ഉണ്ടല്ലോ. അപ്പൊ അവർക്കും കൂടി റെപ്രസെന്റേഷൻ വേണ്ടേ? പക്ഷേ എന്റെ ഒരു അഭിപ്രായം, ചെറിയൊരു അഭിപ്രായം, ഇങ്ങനെ ഓരോരുത്തർക്ക് വേണ്ടി നമ്മളിത് മാറ്റിക്കഴിഞ്ഞാലേ പിന്നെ മാറ്റാനുള്ള നമ്മളും അവരും എല്ലാം കൂടെ ചേരുന്നതല്ലേ. നമ്മുടെ ഭാരത് മാതാ കി ജയ് ആദ്യമായി പറയുന്നത് ഒരു അസീമുള്ള ഖാൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം സഹോദരനാണ്. അദ്ദേഹം നമ്മുടെ ഹിന്ദു രാജാവായ നാനാ സാഹിബിന്റെ ഏറ്റവും അടുത്ത ആളുമാണ്. അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നു. അല്ലെങ്കിൽ ജയ് ഹിന്ദ് കൊണ്ടുവരുന്നത് സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹം ഹിന്ദുവാണ്. സുഭാഷ് ചന്ദ്രബോസിന്റെ സുഹൃത്തായ ആബിദ് ഹസൻ മുസ്ലിമാണ് ജയ് ഹിന്ദ് എന്ന് പറയുന്ന മറ്റേ സ്ലോഗൻ കോയിൻ ചെയ്യുന്നത്. ഭാരത് മാതാ കി ജയ് തരുന്നത് അസീമുള്ള ഖാനാണ്. ഒരുപക്ഷെ അങ്ങേക്ക് ഓർമ്മയാണ്, നമ്മളെ എല്ലാം വീണ്ടും വന്ദേ മാതരം പാടിപ്പിക്കുന്നത് നമ്മുടെ AR റഹ്മാൻ എന്ന് പറഞ്ഞ അള്ളാ റഖ റഹ്മാനാണ്. നമ്മുടെ എല്ലാം ചെറുപ്പകാലത്ത് വീണ്ടും വന്ദേ മാതരം തരംഗമാക്കുന്നത്. ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ വൈറലാക്കുന്നത്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാ വിഭാഗങ്ങളും നമ്മുടെ രാജ്യത്ത് ഒരുമിച്ചല്ലേ.
അപ്പോൾ കാവ്യുണ്ട്, കാവ്യ നമ്മളെ റെപ്രസെന്റ് ചെയ്യാൻ, വെള്ള നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങളെയും ബാക്കി ന്യൂനപക്ഷങ്ങളെയും, പച്ച മുസ്ലിം എന്ന് പറയുന്നതിലല്ലേ ഒരു നന്മ. പക്ഷേ ഈ ശരിയാണ്, അങ്ങനെ പറഞ്ഞാൽ ശരിയാണ്. പക്ഷേ സംഗതി ശരിയാ. പക്ഷേ അവർക്ക് വേണ്ടിയില്ല വന്ദേ ഭാരത് 2 വരി മാറ്റിയത് ഞാൻ ഇന്നലെ അത് പറയുകയും ചെയ്തു. കാര്യം നമ്മുടെ തുമി ദുർഗ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാടുന്ന ആ വരികൾ അങ്ങ് എഡിറ്റ്. ഇങ്ങനെ ഒരു കൊടുക്കലും വാങ്ങലും അല്ലേ ഒരു രാജ്യം മുമ്പോട്ട് പോണേ. അങ്ങനെയാണ് മീഡിയ വൺ ഓൺ ചെയ്തത്. ഞാൻ ആ പോയിന്റ് തന്നെ പറയുകയും ചെയ്തു. അതായത് പലപ്പോഴും ശോഭായാത്രയ്ക്കടക്കം RSS മീറ്റിംഗ്സിലൊക്കെ ഈ തുമി ദുർഗ എന്ന് പറയുന്ന ദേവീ സ്തുതിയും മറ്റും, അതായത് ഇസ്ലാം, ക്രിസ്ത്യൻ, ജൂത വിശ്വാസികൾക്ക് ഈ ഏകദൈവ വിശ്വാസം ഉണ്ട്. അപ്പോ അവരുടെ ഒരു വിശ്വാസത്തെയും കൂടെ ഇതെടുത്ത് വന്ദേ മാതരത്തെ നമ്മൾ കുറച്ചുകൂടെ എന്താ പറയുക, അതിന്റെ ആദ്യ 2 പാരാഗ്രാഫ് സ്വീകരിക്കാൻ കഴിയുന്ന രീതിയിൽ ഇങ്ങനെയല്ലേ ഒരു രാജ്യം മുമ്പോട്ട് പോകേണ്ടത്. RSSന് ഈ ക്രിസ്ത്യൻ രാഷ്ട്രീയ മഞ്ചും മുസ്ലിം രാഷ്ട്രീയ മഞ്ചും ഉള്ളതും ഇതേ ഒരു നല്ല ചിന്ത മനസ്സിലുള്ളതുകൊണ്ടല്ലേ. ക്രിസ്ത്യാനികളും വേണം, മുസ്ലിങ്ങളും വേണം, എല്ലാരും വേണം എന്ന് പറയുന്ന ഒരു ചിന്തയല്ലേ നമുക്ക് നല്ലത്. ശരി, അങ്ങനെ വേണ്ടി പറഞ്ഞ കാര്യം ശരിയാണ്. പക്ഷേ അത് മറുഭാഗത്തുനിന്ന് വരണ്ടേ, നമ്മൾ മാത്രം ചിന്തിച്ചാൽ അവരും ഉണ്ടല്ലോ. ഞാനാ പറഞ്ഞു, ഇപ്പൊ നമ്മുടെ എന്താ പറയണേ, നമ്മുടെ സോഫിയ ഖുറേഷി, നമ്മുടെ ഏറ്റവും വലിയ പ്രസിഡന്റ് അബ്ദുൽ കലാം, അദ്ദേഹം മുസ്ലിമാണ്, അച്ഛൻ ഇമാമാണ്. അതെ, നമ്മുടെ രാമേശ്വരത്തെ നമ്മുടെ രാമേശ്വരം എന്ന് പറയുന്ന നമ്മുടെ ശ്രീരാമന്റെ സ്ഥലത്തെ അവിടുത്തെ പള്ളിയിലെ പ്രധാന ഇമാമാണ്. നമ്മൾ ഇങ്ങനെയല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു ഐക്യം ഉണ്ടാക്കണ്ട. നമ്മുടെ അയ്യപ്പനും ബാവരും പോലെ. അയ്യപ്പനും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അത് വഷളാക്കിയത്. കാരണം സംഗതി വഷളാക്കിയ അദ്ദേഹമാണ്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ആണ് കൂടെ അത് വഷളാക്കിയത്. അത് നമ്മുടെ ശിവൻകുട്ടി സാറല്ലേ, ശിവൻകുട്ടി സാർ നായരുമാണ്, ഹിന്ദു നായരല്ലേ അദ്ദേഹം. ഇതിന് നമ്മുടെ മുസ്ലിം ക്രിസ്ത്യൻ സഹോദരങ്ങൾക്കൊന്നുമേ അങ്ങനെ എതിർപ്പില്ല. അവരെ പറയുന്ന കാര്യം ആ കാവ്യപതാകയ്ക്ക് പകരം ത്രിവർണമാകണം. ഞാൻ എന്നിട്ട് അങ്ങനെ ശ്രദ്ധിച്ചോന്നറിയില്ല, ഞാൻ പറയുകയും ചെയ്തു, മുസ്ലിമായ മൗലാന അബുൽ കലാം ആസാദ് കാവ്യ പതാകയ്ക്ക് ഓക്കെ ആയിരുന്നു. പക്ഷേ നല്ല ഹിന്ദുവും ശ്രീരാമഭക്തനുമായ മഹാത്മാഗാന്ധിയാണ് പറയുന്നത് അങ്ങനെയല്ല, നമുക്ക് വെള്ളയും പച്ചയും കൂടെ വേണം. ഇങ്ങനല്ലേ 2 സഹോദരന്മാര് വീട്ടിൽ ജീവിക്കുമ്പോ 2 സഹോദരന്മാര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചും വിട്ടുകൊടുത്തും ഇങ്ങനല്ലേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ. വേറെ എന്താ വഴി? ഇല്ല, ഈ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇവിടുന്ന് പറയുന്ന ആൾക്കാരെ മഹാരാഷ്ട്രയിൽ പോയിട്ട് പറയില്ല, കേരളം വിട്ടാൻ അണങ്ങൂല്ല. അല്ല, നമ്മുടെ ഇവിടത്തെ അങ്ങനെ ഈ കപടമായിട്ട് മതേതരത്വം പറയുന്നവരല്ല. പക്ഷെ നമ്മള് ഹിന്ദുക്കൾ എന്ന രീതിയിലെ ഒരു ജനുവിന്, ഇപ്പൊ ഞാൻ മഹാരാഷ്ട്രയിലടക്കം എല്ലാ സ്ഥലങ്ങളിലും പോകുമ്പോൾ സൂചിപ്പിക്കാറുണ്ട്, നമ്മുടെ അയ്യപ്പ സ്വാമിയും വാവരും വെളുത്തയാണ്, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയാണ്. നമ്മുടെ ഈ കേരളത്തിന്റെ സൗഹാർദ്ദമല്ലേ നമ്മൾ എല്ലാ സ്ഥലത്തും എത്തിക്കണ്ടേ? ഇതല്ലേ നമ്മുടെ ഭാരതീയ പൈതൃകം. സംശയം ചോദിച്ചോട്ടെ. അപ്പൊ അത് ഈ അയ്യപ്പന് ശേഷമല്ലേ, അയ്യപ്പസ്വാമിക്ക് ശേഷമല്ലേ ബാബർ വരുന്നത്? അല്ല, അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് പറയാം, അങ്ങ് അറിഞ്ഞിരിക്കണം. നമ്മുടെ ഇടയിലെ ചില ആൾക്കാർക്ക് തെറ്റിദ്ധാരണയുണ്ട്, ഈ വാവരല്ല വാപുരനാണ് എന്നൊക്കെ പറയുന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട്. അങ്ങനെയല്ല, അയ്യപ്പൻ ഏകദേശം 1000 വർഷം, കൃത്യം പറഞ്ഞാൽ 950 വർഷം മുമ്പാ ജീവിച്ചിരുന്നത്. ധർമ്മശാസ്താവാണ് ഈ 5000 കണക്കിന് വർഷം പഴയത്. അതായത് ധർമ്മശാസ്താവിന്റെ അവതാരമാണ് അയ്യപ്പൻ. അയ്യപ്പൻ 1000 വർഷം മുമ്പാ ജീവിച്ചിരുന്നത്, ഏകദേശം 1000 എടുത്താൽ മതി. അപ്പൊ നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. ഒന്ന് ആലോചിച്ചാല് വാവര് നമുക്ക് വേണ്ടി പോരാടി, പുള്ളിയുടെ കാശും ജീവിതവും യുവത്വവും ഒക്കെ നമുക്ക് വേണ്ടി, അതായത് നമുക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ അയ്യപ്പന് വേണ്ടിയും അന്നത്തെ ഹിന്ദു സഹോദരങ്ങൾക്ക് വേണ്ടിയും പോരാടിയതാണ്. അങ്ങനെയാണല്ലോ നമ്മൾ ഈ പേട്ട തുള്ളുമ്പം വാവരുടെ പള്ളിക്ക് മുമ്പിൽ തുള്ളുന്നത്. അപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പൊ ആ വാവരല്ല വാപുരനാണെന്നൊക്കെ കള്ളം പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ഗുണമാണ്? പകരം അയ്യപ്പന്റെ ആ സമയത്ത് 1000 വർഷങ്ങൾക്ക് മുന്നേ ബാബർ ഉണ്ടോ? ഉണ്ട്. 5000 വർഷങ്ങൾക്ക് മുമ്പുള്ളത് ധർമ്മശാസ്താവാണ്. ആ ധർമ്മശാസ്താവിന്റെ 2 ഭാര്യമാരുണ്ട്, പൂർണ്ണ, പുഷ്കല. പക്ഷെ ധർമ്മശാസ്താവിന്റെ അവതാരമായിട്ട് അയ്യപ്പൻ ജനിക്കുന്നത് AD 1000 1050 എടുത്താൽ ഏകദേശം 1000 വർഷം എടുത്താൽ. അന്ന് നമ്മുടെ നാട്ടിൽ മുസ്ലിം സഹോദരന്മാരുണ്ട്, ക്രിസ്ത്യൻ സഹോദരന്മാരുണ്ട്. ഇന്നും വാവരുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്, വാവരും അയ്യപ്പനും തമ്മിലുള്ള സൗഹൃദം, അല്ലെങ്കിൽ വാവരും അയ്യപ്പനെയും വെളുത്താവുന്ന ഒരാളും കൂടെ ഉണ്ട് കേട്ടോ. വെളുത്തച്ഛൻ എന്നാണ് പുള്ളിയുടെ പേര്, ക്രിസ്ത്യാനിയാണ് അദ്ദേഹവും നമ്മുടെ ഐക്യമല്ലേ ഇത്? നമ്മുടെ ഇന്നത്തെ കാലത്ത് നമ്മളോടൊപ്പം പോരാടുന്ന, അതായത് അവര് സ്വന്തം ജീവിതവും, നമ്മുടെ ശബരിമല അയ്യപ്പൻ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഈ വാവരുസ്വാമി എന്ന് പറയുന്ന ബാവർ എന്നാണ് പുള്ളിയുടെ പേര്. ബാവര് സ്വന്തം സമ്പത്ത്, സ്വന്തം സൈന്യം, സ്വന്തം ആൾക്കാര്, ഇതെല്ലാം വെച്ച് അയ്യപ്പനോട് പോരാടിയാണ്
അയ്യപ്പൻ ശബരിമല ഈ മറവപ്പടയിൽ നിന്ന് തിരിച്ചു പിടിക്കുന്നത്, മറ്റേ അന്നത്തെ എന്താ പറയണേ നമ്മുടെ ശത്രുക്കളിൽ നിന്ന് തിരിച്ചു പിടിക്കുന്നത്. അപ്പം നമ്മുടെ നന്മയെന്ന് പറഞ്ഞാലേ ഈ വാവര് വെള്ളിയും ശബരിമലയും അല്ലെങ്കിൽ വെളുത്തച്ഛനും ഇങ്ങനെ എല്ലാരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതല്ലേ. ഇനി എന്ത് പേര് വിളിച്ചാലും കുഴപ്പമില്ല. അപ്പൊ ഇനി മുസ്ലിം സമൂഹത്തിന്റെ മറുഭാഗത്ത് ഏതെങ്കിലും 1-2 തീവ്ര സ്വരങ്ങൾ ഉണ്ടാവും, അവരെ നമുക്ക് എതിർക്കാം. മറുഭാഗത്ത് അതില്ലല്ലോ. മറുഭാഗത്ത് ഒരുപാട് പേര് ഇപ്പൊ ഞാനാ പറഞ്ഞ പെട്ടെന്ന് ഓർമ്മ വന്നത് സോഫിയ ഖുറേഷിയാണ്. നമ്മുടെ രാജ്യം തന്നെ ഒരു സോഫിയ ഖുറേഷിയെയും വ്യോമിക സിംഗിനെയും, ഒരു ഹിന്ദു സ്ത്രീയെയും ഒരു മുസ്ലിം സ്ത്രീയെയും അല്ലേ ഈ പാകിസ്ഥാന്റെ വിഷയത്തില് പ്രതികരിക്കാൻ കൊണ്ടുവരുന്നത്. അപ്പം നമുക്ക് എല്ലാരും വേണ്ടേ, എല്ലാരും ഒരുമിച്ച്, എല്ലാരുമേ നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും ഹിന്ദുക്കളുള്ള രാജ്യമാണ്, ഏറ്റവും കൂടുതൽ മുസ്ലിം ന്യൂനപക്ഷമുള്ള രാജ്യമാണ്, ഏറ്റവും പഴയ ക്രിസ്ത്യൻ സമൂഹമുള്ള രാജ്യമാണ്. അപ്പൊ ഇങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതല്ലേ നമ്മുടെ രാജ്യത്തിന്റെ മഹത്വം. ഇതല്ലേ അത് ശരിയാണ്. പക്ഷെ നമ്മളിത് സഹിഷ്ണുത കാണിച്ച് ലാസ്റ്റ് നമുക്ക് നിലനിർത്തിന്റെ പ്രശ്നം ഇല്ല. അങ്ങനെ നമ്മളല്ലേ ഈ രാജ്യത്ത് 100 കോടിയില്ലേ, 140 കോടിയിൽ 100 കോടി നമ്മളാണ്. നമ്മൾ ഹിന്ദുക്കൾക്ക് അങ്ങ് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നമുക്ക് ഒരുപാട് ആന്തരിക പ്രശ്നമുണ്ട്. അതായത് നമ്മുടെ ഇടയിലാണ് ആത്മഹത്യകൾ കൂടുതൽ. അങ്ങ് വിശ്വ ഹിന്ദു പരിഷത്തിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഞാൻ സംഘത്തിന്റെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പരിപാടികൾക്ക് പങ്കെടുക്കാൻ വന്നിട്ടുണ്ട്. അപ്പോ അറിയാമല്ലോ. അപ്പൊ നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് നമ്മുടെ ഇടയിൽ ആത്മഹത്യ, മദ്യപാനം, കുടുംബ തകർച്ചകള്, നമ്മുടെ ജനസംഖ്യ തളരുന്നു, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങളിലേക്കൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിപ്പിച്ചാലേ, ഞാൻ പെട്ടെന്ന് അങ്ങ് കണ്ണൂർ ഭാഗത്തു നിന്നല്ലേ, ഞാൻ അങ്ങേക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യുന്നൊരു ചോദ്യം ചോദിക്കാം. ഈ പ്രായമായ അച്ഛനെ അമ്മയെ നടതള്ളുക എന്ന് കേട്ടിട്ടില്ലേ? നമ്മുടെ ഒരുപാട് പേരങ്ങനെ നടതള്ളുന്ന കേട്ട് കാണും അല്ലെ? ഒരിക്കലെങ്കിലും നമ്മൾ പള്ളി തള്ളുക എന്ന് കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ക്രിസ്ത്യാനിയോ മുസ്ലിമോ അവരുടെ അച്ഛനെയും അമ്മയും അല്ലെങ്കിൽ ഉമ്മയും ബാപ്പയും അപ്പച്ചനെയും അമ്മച്ചയും പള്ളി തള്ളി? അപ്പൊ നമ്മുടെ അല്ലേ പ്രശ്നം? നമ്മുടെ കുടുംബ സംവിധാനം നമുക്ക് നമ്മളെ അറിയില്ല, നമുക്ക് പഠനമില്ല. അപ്പൊ ഇങ്ങനെയുള്ളതല്ലേ നമ്മുടെ ശരിക്കുള്ള പ്രശ്നങ്ങൾ. ഇതിനെ എങ്ങനെങ്കിലും പരിഹരിക്കാനല്ലേ നമ്മൾ നോക്കേണ്ടത്? അല്ല, ഒരു കാലഘട്ടത്തില് ഹിന്ദു മുന്നണി രൂപീകരിച്ചല്ലോ. എനിക്കറിയാം, തിരുവനന്തപുരത്ത് മത്സരിച്ചല്ലോ. അല്ല, ഇപ്പൊ ഹിന്ദു ഐക്യവേദി വന്നല്ലോ. ഹിന്ദു ഐക്യവേദി എല്ലാ രാജ്യസംഘടനയും ചേർത്തുകൊണ്ട് ഹിന്ദു ഐക്യവേദി രൂപീകരിച്ചില്ലേ. എറണാകുളത്ത് മാധവജിയും പരമേശ്വരിയും സ്റ്റേഷൻ. അപ്പൊ അന്ന് രാമായണ പുസ്തകം ഞാൻ പാനൂർ ഭാഗത്ത് വിറ്റിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മള് അവിടെ നിന്ന് വെച്ചിട്ട് ആചാര്യന്മാരെ തീരുമാനം എടുത്തു, എല്ലാ കർക്കിടക മാസം എല്ലാ വീടുകളും രാമായണം വായിക്കണം, രാമായണം വായിക്കണം. അന്ന് രാമായണം ഉണ്ട്, പക്ഷെ ഇന്നത്തെ പ്രചരണം ഇല്ല. നമ്മുടെ ഹിന്ദു മഹാസമ്മേളനത്തിന് എനിക്കൊന്ന് 80കളിലാണെന്ന് തോന്നി, ഹിന്ദു മഹാസമ്മേളനത്തിന് ശേഷം കർക്കിടക മാസം നമ്മൾ രാമായണ മാസമായിട്ട് ആചരിക്കണമെന്ന് തീരുമാനിച്ചു. അതെ, അന്ന് ദേശാഭിമാനി പത്രവും മാതൃഭൂമി എഴുതി ബ്രാഹ്മണ മേധാവിത്വമാണ് ഇവിടെ RS ഹിന്ദു മുന്നണി കൊണ്ടുവരുന്നത്. ആ പത്രം എന്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട്. പക്ഷേ അന്ന് ഞാൻ 50 റുപ്യ 40 റുപ്യക്കാട്ടും പുസ്തകം വിൽക്കാൻ പോയവൻ പാനൂരിന് എന്നെ തമാശാക്കുന്നു, പാനൂർ മേഖലയിനെ. കാരണം ഇതിന് കമ്മീഷൻ ഉണ്ടോ ചെയ്യാൻ കമ്മീഷൻ ഇല്ല, ഈ പൈസ അങ്ങോട്ട് കൊടുക്കണം, ക്ഷേത്രത്തിന് കൊടുക്കണം. എന്നാൽ പാനൂർ ടാക്കീസിന് പുസ്തകം വാങ്ങിച്ച് വിറ്റോളൂ, 100 റുപ്യന്റെ ബുക്ക് വിറ്റാൽ 15 റുപ്യ കിട്ടും എന്ന് പറഞ്ഞേ. അന്ന് 15 റുപ്യ വലിയ പൈസയാണല്ലോ. PT കരണം ഇങ്ങനെ പലരുണ്ട്. ആടുന്ന് മാറി വന്നിട്ട് 90-95 ആകുമ്പോഴത്തേക്ക് പിന്നെയുള്ള മാറ്റം അങ്ങേർക്ക് അറിയാലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ പറഞ്ഞ ആൾക്കാര് 300, 400, 500 റുപ്യയും കൊടുത്തിട്ട് പല പുസ്തകങ്ങളും വായിക്കുന്നില്ലെങ്കിലോ വീട്ടിന്റെ അൽമാരയിലുണ്ട് പാനൂർ മേഖലയില്. അതേ സമയത്ത് ഞാൻ വയനാട്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ക്രിസ്ത്യൻ പോസ്റ്ററെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, ആന്റണി എന്നും മീനങ്ങാടിയില്. അപ്പം ആടെ ബൈബിള് 5 ബൈബിള് 5 ബൈബിള്. ഇപ്പൊ സ്വാഭാവികം ചോദിച്ചു, സാർ ഈ ബൈബിള് എങ്ങനെയാണ്? അത് 95, 2001, 2004, 2005 ഈ ബൈബിൾ 5ഉം വ്യത്യസ്ത രീതിയിലാണോ എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞേ വ്യത്യസ്ത 5ഉം ഒരേ ബൈബിളാണ്. ഞാൻ വായിക്കും, എന്റെ ഭാര്യ 2 മക്കളും വായിക്കും. അപ്പം യഥാസമയം വേണ്ടി ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് വായിക്കാനാണ് ഈ 5 പുസ്തകം എന്ന് പറഞ്ഞേ. പക്ഷേ നമ്മൾ ഈ കണ്ണൂർ ജില്ലയിലെ പല ഭാഗത്തും ആഴ്ചക്ക് ഒരു ദിവസം ഗീതാ ക്ലാസ് നടത്തിയിട്ടുണ്ടായിരുന്നു, 88, 89, 90 കാലഘട്ടത്തില്. പക്ഷേ എന്താ സംഭവിച്ചാല് പല വീടിനും ചില്ല് നഷ്ടപ്പെടുക ചെയ്തത്. വീട് അവിടെ തന്നെ കുട്ടികള CPM-കാര് തിരഞ്ഞെടുത്ത് വീട് ആക്രമിക്കാൻ തുടങ്ങി. എന്റെ വീട്ടിൽ പരിമടം മഹാദേവ ക്ഷേത്രം ഇല്ല, ദുർഗാക്ഷേത്രം, അവിടെ 5-8 വീടുകള്. അന്ന് ഞാൻ ജില്ലയിൽ പല ഭാഗത്ത് പോകുന്ന സമയത്തും ഇത് സംഭവിച്ചു. എനിക്കറിയാം, അതായത് പലപ്പോഴും CPM-കാര് അത് RSSന്റെ വളർച്ചയാണെന്ന് കണ്ട്
RSSനെ ആക്രമിക്കുന്ന. പക്ഷെ ഒരു കാര്യം അങ്ങ് ശ്രദ്ധിക്കണം, അതിലും ഒരു ക്രിസ്ത്യാനിയോ മുസ്ലിമോ നമ്മളെ അതിൽ നിരുത്സാഹപ്പെടുത്തുന്നില്ല. നമ്മൾ ആത്മീയത പഠിക്കുന്ന അവർക്ക് യോജിപ്പാണ്. നമുക്ക് ഈ കമ്മ്യൂണിസ്റ്റ് സഹോദരങ്ങളെ കൂടെ പറഞ്ഞ് ഈ ആത്മീയതയുടെ പാതയെ കൊണ്ടുവരാം. ഇപ്പൊ അവർ ഒരുപാട് മാറി, പഴയ എതിർപ്പൊന്നുമില്ല പല കാര്യങ്ങൾക്കും. ഇല്ലില്ല, ഇപ്പൊ എതിർപ്പില്ല. ഇപ്പൊ എന്റെ അടുത്ത സുഹൃത്തുക്കൾ, അടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ പഴയ ആൾക്കാർ ഇന്ന് മാഷ് പാർട്ടിയിലും പല ചിന്തയിലും അവർ പറയുന്നത് നിങ്ങൾ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ശരി തന്നെയാണ്, പക്ഷെ നമുക്കൊരു ചട്ടക്കൂട് വന്നുപോയി, എന്ത് ചെയ്യാനാ, ഇനി പെട്ടെന്ന് മാറാനും പറ്റില്ല, ഇനി ഇങ്ങനെ നടക്കട്ടെ എന്ന് പറഞ്ഞ എത്രയോ സഹാക്കളുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിക്കാരുണ്ട്. ഇപ്പൊ ഒരുപാട് മാറിയിട്ടുണ്ട്. അതെ, പക്ഷെ എന്താ ഏത് പ്രശ്നം വന്നു വെച്ചാല് ഏതിനെയും കണ്ണ് അടച്ചെതിർക്കുന്ന സ്വഭാവം നമ്മുടെ ഇടതുപക്ഷക്കാർക്കും കോൺഗ്രസ്സുകാർക്കും വന്നുപോയി. അത് മാറാത്ത കാലത്തുള്ള എന്ത് ചെയ്താലും അത് അങ്ങനെയാണ് കാണുന്നത്. എനിക്ക് ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, നമുക്ക് അവരെ ഒരു ഗാന്ധിജിയുടെ വഴിയിൽ തിരിച്ച് കൊണ്ടുവരാൻ കഴിയും. ഉദാഹരണം, അതുകൊണ്ടല്ലേ പൂജനീയ സർസംഘചാലക് മോഹൻ ഭഗവത്ജി ആണെങ്കിലും മോദിജി ആണെങ്കിലും പറയുന്നത് ഗാന്ധിജിയുടെ പാത എടുക്കണം. ഗാന്ധിജി ഏത് ഹിന്ദുവാണോ ആ ഹിന്ദു നമ്മളാകണമെന്നാണല്ലോ മോഹൻ ഭഗവത്ജി ആണെങ്കിലും. തിരുമേനി, ഗാന്ധിജിനെ ദിവസം സ്മരിക്കുന്നുണ്ട്. എനിക്കറിയാം, പ്രാതസ്മരണയുടെ ഭാഗം ഉണ്ടല്ലോ. അതെ അതെ, പക്ഷെ ഈ ഗാന്ധിജിനെ നെഹ്റു നോക്കൂ, ഈ ഗാന്ധിജിനെ ശരിക്കും പറയുകയാണെങ്കിൽ ഗാന്ധിജി പാകിസ്ഥാൻ ഇന്ത്യ വിഭജനം നടത്തി 65 കോടി റുപ്യ പാകിസ്ഥാന് കൊടുക്കാൻ വേണ്ടിട്ട് ഇന്ത്യ സർക്കാർ അത് താമസിച്ച സമയത്ത് നിരാഹാരം കിടന്ന ഒരു മനുഷ്യനല്ല അയാളെ. അതേ സമയത്ത് കാശ്മീരിലെ പണ്ഡിറ്റുകളെ ഡൽഹിയിലും തെണ്ടുമാ അദ്ദേഹം അത് കണ്ടിട്ടില്ല. അല്ല, രണ്ട് കാര്യമാണ്. ഒന്ന്, കാശ്മീരി പണ്ഡിറ്റുകൾക്ക് 1990-കളിലാണ് വലിയ രീതിയിൽ ഇങ്ങോട്ട് വരുന്നത്. രണ്ട്, എനിക്ക് തോന്നുന്നു അങ്ങ് ഉദ്ദേശിച്ചത് പാകിസ്ഥാനിൽ നിന്ന് വന്ന ഹിന്ദുക്കൾ ഡൽഹിയിൽ ബുദ്ധിമുട്ടുമ്പോൾ ഗാന്ധിജി വേണ്ട രീതി ഇടപെട്ടില്ല, അതല്ലേ ഉദ്ദേശിച്ചത്? ഗാന്ധിജി അന്ന് തന്നെ പറഞ്ഞത് പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഹിന്ദു സിഖുകാർക്ക് നമ്മൾ ജോലിയും മറ്റും കൊടുക്കണം. പക്ഷെ എന്താ പറ്റിയെന്ന് പറഞ്ഞാല് വന്നതിൽ കുറച്ച് തീവ്ര സ്വരക്കാര് മുസ്ലിം പള്ളികൾ ഡൽഹിയിൽ കയ്യേറി. മുസ്ലിം പള്ളികളിൽ നിന്ന് മുസ്ലിങ്ങളെ അപ്പം ഗാന്ധിജി പറഞ്ഞത് നമ്മളങ്ങനെ പള്ളികൾ കയ്യേറരുത്. കാര്യം നമ്മുടെ അമ്പലം ഇപ്പം വേറെ ഏതെങ്കിലും ഒരാൾ കയ്യേറിയാൽ നമുക്ക് വേദന തോന്നൂലേ? നമ്മൾ വിശ്വാസത്തോടെ പോകുന്ന ഒരു അമ്പലം. എന്റെ സത്യം വ്യക്തിപരമായിട്ട് എന്റെ അഭിപ്രായത്തില് ആ ഗാന്ധിജിയും നെഹ്റുവിനും അന്ന് കാച്ചിനെങ്കിൽ ഈ ഗതി ഉണ്ടാവില്ലേനോ? ഗാന്ധിജി അല്ലേ നമ്മളെ ഒന്നിപ്പിച്ചത്. ഇപ്പൊ ഈ പൂന പാക്ടിലൂടെ 1931-32 ഈ ദളിത് സമൂഹത്തെ ഹിന്ദുക്കളിൽ നിന്ന് വിഭജിക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചപ്പോ ഗാന്ധിജി നിരാഹാര സത്യാഗ്രഹം കിടന്നാണ് അവരെ നമ്മൾ ഒന്നിപ്പിക്കുന്നത്. അതെ, പക്ഷെ നമ്മള് ക്യാമ്പിൽ പോകുമ്പോൾ ഗാന്ധിജി അതിശയപ്പെട്ടു പോയി. ആ ബുക്ക് ഇപ്പോൾ സംഘത്തിലുണ്ട്. ആടെ ഹരിജനങ്ങളും ഗിരിജനങ്ങളും ആദിവാസി എല്ലാവരും ബ്രാഹ്മണന്മാരെല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത്. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ആൾക്കാർ ആരാന്ന് ആർക്കും തമ്മിൽ അറിയില്ല, ഹിന്ദു എന്നറിയാം. പക്ഷെ അതിനെപ്പറ്റി ഗാന്ധിജി നന്നായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഗാന്ധിജി ശാഖയിൽ വന്നിട്ടുണ്ട്. അതെ, എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അല്ല, അപ്പൊ അവിടെയാണ് ഗാന്ധിജിയെ നമ്മുടെ ഗുരുജി ഗോൾവൽക്കറോ അല്ലെങ്കിൽ നമ്മുടെ മോഹൻ ഭഗവത്ജി അടക്കം ഏറ്റവും ആദരവോടെയാണ് കണ്ടിരുന്നത്. ഗാന്ധിജി മുസ്ലിം സമൂഹത്തെയും കൂടെ നിർത്താൻ, ക്രിസ്ത്യൻ സമൂഹത്തെ കൂടെ നിർത്താൻ. അപ്പൊ എന്റെ ഒരു റിക്വസ്റ്റേ ഉള്ളൂ, നമ്മുടെ ഈ കൊടിയിൽ കാണുന്നത് പോലെ നമുക്ക് കാവിയും വേണം, അല്ലെങ്കിൽ കുങ്കുമവും വേണം, വെള്ളയും വേണം, പച്ച വേണം. അല്ല, അങ്ങ് എന്തായാലും ഒന്ന് ആലോചിക്കണം. ഞാൻ എന്തായാലും ഇത് സേവ് ചെയ്തേക്കാം. ഞാനിപ്പോ അമ്മയുടെ കൂടെ ആഹാരം കഴിക്കാതിരിക്കുക. ഞാൻ തിരിച്ചു വിളിച്ചോളാം. കണ്ണൂരേക്ക് വരുമ്പോൾ വിളിച്ചാൽ കണ്ണൂർ യാത്ര ഉണ്ടെങ്കിൽ നമ്പർ കിട്ടി. സന്തോഷം. താങ്ക് യു.